ഹായ് ഡിയർ നീറ്റ് ആസ്പിരൻസ്, 2024 നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ 2024 ജനുവരി മാസത്തിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ദിവസമാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലിന്റെ അനൗൺസ്മെന്റ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എപ്പോഴായിരിക്കും കേരളാസ് ബിഗസ്റ്റ് നീറ്റ് മോക്ക് എക്സാമിനേഷൻ? ഇനി വരാൻ പോകുന്ന എക്സാമിനേഷൻ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ മോക്ക് എക്സാമിനേഷൻ 4 ആണ്. ഏത് ദിവസമായിരിക്കും, ഏത് സമയത്തായിരിക്കും നടക്കുക എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ആൻഡ് ദിസ് ഈസ് ന്യൂ ഇയർ. ഒരുപാട് ആൾക്കാർ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ ഇനി തൊട്ട് നന്നാവും, ഞാൻ ഇനി തൊട്ട് എന്റെ ഹാബിറ്റ്സിൽ ഇത്ര മാറ്റങ്ങളൊക്കെ വരുത്തും, എന്ന് ഞാൻ നേരത്തെ എണീക്കും, എന്ന് ഞാൻ ഒരു 10-16 മണിക്കൂർ പഠിക്കും, എല്ലാ ദിവസവും സിസ്റ്റമാറ്റിക് ആയിട്ട് അന്ന് എടുക്കുന്നത് പഠിച്ച് ഞാൻ മുന്നോട്ടേക്ക് പോകും, ഇനി ഞാൻ നല്ല കുട്ടിയായിരിക്കും, ഇനി ഞാൻ ഐഡിയൽ സ്റ്റുഡന്റ് ആകാൻ വേണ്ടി ശ്രമിക്കും ഫോർ എ നീറ്റ് ആസ്പിരന്റ്. അപ്പൊ അവരുടെ പെർസ്പെക്റ്റീവിൽ ഞാൻ സംസാരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ള പുതുവർഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ജനുവരിയിലേക്ക് എത്തി. സോ ഓരോ ദിവസം കഴിയുമ്പോഴും നന്നായി നല്ല ചിട്ടയോടെ നമ്മൾ മുന്നോട്ട് പോയി ഡിസിപ്ലിൻഡായി മുന്നോട്ട് പോയിട്ട് ഡോക്ടർ ആവണം എന്ന നമ്മുടെ ആഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ഡോക്ടർ ആകുന്നതിന് മുന്നേ നമ്മളൊരു എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യേണ്ടതുണ്ട്. ഡോക്ടർ ആകുന്നു എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യം എഴുതേണ്ടുന്നത് നമ്മുടെ എൻട്രൻസ് പരീക്ഷയാണ്. സോ നീറ്റ് എക്സാമിനേഷന് നമുക്ക് ഫാസ്റ്റ് അപ്രോച്ചിങ് ആണ്. ദിവസങ്ങൾ പോകുന്നതോ വർഷങ്ങൾ പോകുന്നതോ നമ്മൾ അറിയുന്നില്ല, മാസങ്ങൾ പോകുന്നത് നമ്മൾ അറിയുന്നില്ല. സോ ഇനി നമ്മൾ കുറെ കൂടി സീരിയസ് ആയിട്ട് നീറ്റ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ്. എങ്ങനെയാണ് ഏറ്റവും സീരിയസ് ആയിട്ട് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്ലാസ്സുകൾ നന്നായിട്ട് നമ്മൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വീക്ക്ലി എക്സാംസും മന്ത്ലി എക്സാംസും ഗ്രാൻഡ് ടെസ്റ്റുകളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു റൈറ്റ് നീറ്റ് മോക്ക് എക്സാമിനേഷൻ. നീറ്റിന്റെ അതേ ആംബിയൻസിലുള്ള ഒരു എക്സാമിനേഷൻ എഴുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുവേണ്ടിയാണ് സൈലം ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നത്. ഒരു എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ബെനിഫിറ്റ് ആയിരിക്കും ഒരു എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവാം? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഐ എം കവറിംഗ് ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് അറ്റ് ദ റൈറ്റ് ടൈം. സി ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലിന്റെ സിലബസിലേക്ക് നമ്മൾ പറയുമ്പോൾ കുറെ ആൾക്കാർ ഒരുപക്ഷെ പാനിക് ആവും. അയ്യോ, ഞാൻ ആ ചാപ്റ്റേഴ്സ് ഒന്നും പഠിച്ചിട്ടില്ല, ഇനി ഈ ചാപ്റ്റർ പഠിച്ചാൽ തീരുമെന്നൊക്കെയുള്ള ചിന്തകൾ നമുക്ക് ഉണ്ടാവും. സോ യു ഹാവ് ടു പ്ലാൻ ഇറ്റ് അക്കോർഡിംഗ്ലി. നിങ്ങൾ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിലുള്ള ബേസ് നമുക്കുണ്ട്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് മാത്രമാണ് റിവൈസ് ചെയ്യാൻ ബാക്കിയുള്ളത്, ഇങ്ങനെയുള്ളതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സിനെയാണ് കവർ ചെയ്യേണ്ടത്. ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അത് ക്ലാസ്സിൽ തന്നെ ഇപ്പൊ ടീച്ചേഴ്സ് പറയുമ്പോഴേ തന്നെ നിങ്ങൾക്കറിയാം, ആക്ച്വൽ നീറ്റ് എക്സാമിനേഷനിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും പ്രധാനം ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് കവർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ആൻഡ് ഐ ആം കൺസിസ്റ്റന്റ് വിത്ത് മൈ പ്രിപ്പറേഷൻ. ആദ്യത്തത് നിങ്ങൾ റെഡിയാക്കി. ഇനി രണ്ടാമത്തെ കേസിൽ ഫസ്റ്റ് ഞാൻ ടിക്ക് ചെയ്തു, ഐ എം കൺസിസ്റ്റന്റ് വിത്ത് മൈ പ്രിപ്പറേഷൻ. എന്റെ പ്രിപ്പറേഷനിൽ ഞാൻ കൺസിസ്റ്റന്റ് ആണ്. എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് കൺസിസ്റ്റൻസി. ഈവൻ നിങ്ങളുടെ സീനിയേഴ്സ്, ഇപ്പം MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പറയുന്നത് നിങ്ങൾ നമ്മുടെ ഈ ചാനലിൽ കൂടെ തന്നെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. കൺസിസ്റ്റന്റ് ആവുക. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്നും എപ്പോഴും ടോപ്പ് മാർക്ക് വാങ്ങി വരുന്നു എന്നുള്ളതല്ല. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ വിടാതെ അതിന് പിന്നാലെ കൂടുക എന്നുള്ളതാണ്. എക്സാമിനേഷൻ തീരുന്നത് വരെ നീറ്റിന്റെ സിലബസിന്റെ കൂടെ, നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ കൂടെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ കൂടെ എക്സാമിന്റെ പിന്നാലെ കൂടുക എന്നുള്ളതാണ് കൺസിസ്റ്റൻസി. സോ നെവർ ഗിവ് അപ്പ്. ഓക്കെ, ചില എക്സാംസിന് നമുക്ക് മാർക്സ് കൂടും, ചിലതിലൊക്കെ മാർക്സ് കൂടും. ബട്ട് ബീയിങ് കൺസിസ്റ്റന്റ് is actually the most beautiful quality a person can ever have, especially for a student. സ്റ്റുഡന്റിന് മാത്രമല്ല, for anyone. I never miss my, so consistent ആണെങ്കിൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് I never miss my practice sessions. പ്രാക്ടീസ് സെഷൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. എക്സാംസ്, മോക്ക് എക്സാംസ് ഒരിക്കലും മിസ് ചെയ്യരുത്. ബിക്കോസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും അതുപോലെ എക്സാംസ് എഴുതുന്ന സമയത്തൊക്കെയാണ് നമ്മൾ കുറെ കൂടി നന്നാവുന്നത്, ബെറ്റർ ആയിട്ട് നമുക്ക് വരാൻ പറ്റുന്നത്. പ്രാക്ടീസ് സെഷൻസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് ഐ എം ഏബിൾ ടു മാനേജ് മൈ ടൈം ഡ്യൂറിംഗ് ദി എക്സാം. എക്സാമിനേഷൻ നടക്കുമ്പോൾ കുറെ ആൾക്കാർ എക്സാംസ് നന്നായിട്ട് പഠിക്കും. ബട്ട് ഇപ്പം ഒരുപക്ഷെ മുന്നേ ഒക്കെ എക്സാം എഴുതിയിരിക്കുന്നവർ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ്. എക്സാമിനേഷൻ ഹാളിൽ വെച്ച് നമ്മുടെ എക്സാമിനേഷൻ ഹാളിലുള്ള സ്ട്രാറ്റജി ഇസ് വെരി ഇമ്പോർട്ടന്റ്. എന്താണ് നമ്മുടെ മൈൻഡ് പറയുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിനെ ഡീൽ ചെയ്യുന്നത്, എങ്ങനെ നമ്മുടെ ആങ്സൈറ്റിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു, ദീസ് ആർ ഓൾ വെരി ഇമ്പോർട്ടന്റ്. സോ എക്സാമിനേഷൻ സമയത്ത് ക്വസ്റ്റ്യൻ കാണുന്നു, ആ ചോദ്യങ്ങൾ തന്നിരിക്കുന്ന സമയത്തിനകത്ത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് എത്രമാത്രം മാനേജ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ആക്ച്വലി തീരുമാനിക്കുന്നത്. അപ്പൊ എക്സാമിനേഷനിൽ ടൈം മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ എത്ര പഠിച്ചിട്ടും
നമുക്ക് ആ ഒരു റിസൾട്ടിലേക്ക് അവിടെ പെർഫോം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് സിലബസിലുള്ള മുഴുവൻ കാര്യങ്ങളും അറിയാം, ഓർ മേ ബി ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാം അറിയാം. ഒരു ഇത്തിരി കൂടി സമയം കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ മുഴുവൻ വാങ്ങിയെന്നെ, 720 720 വാങ്ങിയെന്നെ എന്ന് തോന്നിപ്പിക്കുന്ന ചോദ്യങ്ങളാവാം. പക്ഷെ നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല. ഗിവൺ ടൈമിൽ തന്നെ മുഴുവൻ ചോദ്യങ്ങളിലൂടെ കടന്നു പോകണം. സോ ടൈം മാനേജ്മെന്റ് വിൽ ബി ദ കീ റോൾ. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് എക്സാമിനേഷൻ ഹാളിൽ നമ്മളെ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യം ടൈം മാനേജ്മെന്റ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ടൈം മാനേജ് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. എന്നിട്ട് നമ്മൾ ഈ എക്സാമിനേഷൻസ് ചെയ്യുമ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ഇസ് ആക്ച്വലി നീറ്റ് മോക്ക് എക്സാമിനേഷൻ. സോ ഈ പറയുന്ന എക്സാം ചെക്ക് ലിസ്റ്റ് ആണ് നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലേക്ക് ഫോളോ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ കവർ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഇനി വരാൻ പോകുന്ന നീറ്റ് എക്സാമിനേഷനിലേക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ടൈം മാനേജ്മെന്റ് ചെയ്തു, എക്സാമിനേഷൻ എഴുതുന്നു, ആൻഡ് ഐ ഡു thorough analysis of my exam and I know my weak points, which is very important after GIB. ഓരോ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എക്സാംസ് എഴുതുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മേ ബി നമ്മൾ ചിലതൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടാവും, സ്വാഭാവികമാണ്. ചിലതൊക്കെ കെയർലെസ് മിസ്റ്റേക്സ് ഉണ്ടാവും. ചില സമയത്ത് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ മീനിങ് അല്ല ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയ മീനിങ് തെറ്റിപ്പോയി. ചെയ്തു വരുന്ന സമയത്ത് കാൽക്കുലേഷനിൽ എറർ സംഭവിച്ചു. അവസാനം കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ പ്ലസും മൈനസും മാറി ഫൈനൽ വാല്യൂവിൽ ഒരു മാറ്റം ഉണ്ടായിപ്പോയി. ഗ്രാഫ് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ ഗ്രാഫിൽ ഞാൻ ആ പോയിന്റിലുള്ള വാല്യൂ കണ്ടത് മാറിപ്പോയിരുന്നു. ഓപ്ഷൻസ് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ ആക്ച്വൽ ഓപ്ഷൻ എനിക്ക് ആ സമയത്ത് കാണാൻ പറ്റിയില്ല. ഞാൻ ഇത്ര ഓപ്ഷൻസ് മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ടല്ലോ, അത് ഒന്ന് തിരിച്ചറിയണം. രണ്ടാമത്തത് നമ്മുടെ സിലബസിൽ വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് പഠിക്കാനുള്ള സിലബസിൽ തന്നെ, പക്ഷേ എനിക്ക് ആ ടോപ്പിക്കിൽ ഞാൻ മനസ്സിലാക്കിയതുപോലെ അല്ല. ബിക്കോസ് വെൻ ഐ അപ്ലൈഡ് ദിസ് കോൺസെപ്റ്റ് അത് തെറ്റിപ്പോയിട്ടുണ്ട്. സോ എന്തോ സംതിങ് ഈസ് മിസ്സിങ്. അങ്ങനെ അതിനെ കൂട്ടിച്ചേർക്കുക. എക്സാമിനേഷൻ പേപ്പർ അനാലിസിസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞ നീറ്റ് എക്സാമിനേഷൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് നമ്മുടെ മാർക്ക് എത്രയാണെന്നും അതനുസരിച്ച് നമുക്ക് നമ്മുടെ അഡ്മിഷൻ പ്രോസസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കാനുള്ള അനാലിസിസ് നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. ബട്ട് ഹിയർ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ കഴിഞ്ഞിട്ടുള്ള പേപ്പർ അനാലിസിസ് ആരും വിട്ട് കളയരുത്. ബിക്കോസ് അതാണ് നമ്മുടെ വീക്ക് പോയിന്റ്സ് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ 3 ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. 3 കഴിഞ്ഞു. അതിന്റെ റിസൾട്ട് നമ്മളെല്ലാവരും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ ചെക്ക് പോയിന്റ്സ് 1 by 1 ആയിട്ട് നിങ്ങൾ അതിൽ പാലിക്കണം. ബിക്കോസ് then let us get prepared to the next Great Indian Battle. Okay, and I'm determined to deal and rectify my mistakes from the previous exam. What is your previous exam? Great Indian Battle 3. അപ്പൊ എക്സാമിനേഷൻ കഴിഞ്ഞ പേപ്പേഴ്സ് എടുത്ത് ചിലതൊക്കെ തെറ്റിപ്പോയതൊക്കെ ക്ലിയർ ചെയ്ത് ഈ ചെക്ക് ലിസ്റ്റ് മുഴുവനായിട്ട് നമുക്ക് ടിക്ക് ചെയ്യാൻ സാധിക്കണം. ടിക്ക് ചെയ്യാൻ യെസ് ഐ എം റെഡി ഫോർ ദ നെക്സ്റ്റ് എക്സാം. ദാറ്റ് ഷുഡ് ബി ദ മെന്റാലിറ്റി. അങ്ങനെ അടുത്ത എക്സാമിനേഷൻ വരട്ടെ, ഞാൻ കൺസിസ്റ്റന്റ് ആണ്, ഞാൻ ഗിവ് അപ്പ് ചെയ്യില്ല. എന്റെ മാർക്ക് കൂടിയാലും കുറഞ്ഞാലും ഞാൻ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യില്ല. ഐ എം വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് എക്സാം. അടുത്ത എക്സാമിന് ഞാൻ തകർത്തിടിച്ച് ശരിയാക്കും. റെഡി? യെസ്. സോ അതായിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റ്. ഓക്കെ, അപ്പോ അടുത്ത എക്സാംസ് എഴുതണമെങ്കിൽ അടുത്ത എക്സാമിന്റെ സിലബസ് എന്താണെന്നുള്ളത് നമുക്കറിയണം. കഴിഞ്ഞ എക്സാമിന്റെ സിലബസ് ഒക്കെ നമ്മൾ കണ്ടു, ഡിസ്കസ് ഒക്കെ ചെയ്താണ്. ലെറ്റ് us see the syllabus. ഫിസിക്സിലേക്ക് വരാം. ഫിസിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ റേ ഒപ്റ്റിക്സ് ചില ആൾക്കാർ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടുന്ന ഭാഗം തന്നെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈ വെയിറ്റേജ് ഉള്ള എപ്പോഴും കോൺസെപ്റ്റുകൾക്ക് നല്ല ക്ലാരിറ്റി വേണ്ടുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ യു ഹാവ് റേ ഒപ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആൻഡ് തെർമോഡൈനാമിക്സ്. ഇതായിരിക്കും നമുക്ക് ഫിസിക്സ് എന്നുള്ള ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ അതില് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആൻഡ് തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി കുറെ കൂടി നമുക്ക് ഈസി ആയിട്ടൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. പ്രത്യേകം നോട്ട് ചെയ്യാൻ 4 ചാപ്റ്റേഴ്സ്. ആൻഡ് കം ടു കെമിസ്ട്രി. കെമിസ്ട്രിയിൽ ഓർഗാനിക് കെമിസ്ട്രി മേജർ പോർഷൻ ആയിട്ട് മാറുകയാണ്. ഇവിടെ പല കുട്ടികൾക്കും കെമിസ്ട്രിയിൽ, എസ്പെഷ്യലി കെമിസ്ട്രിയിൽ കുറെ സിലബസ് റിഡക്ഷൻ നടന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തവണ ഓർഗാനിക് കെമിസ്ട്രി മേ ബി നമ്മുടെ വലിയ ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്രാക്ടീസ് ഫ്രം ദി ഓർഗാനിക് കെമിസ്ട്രി പോയിന്റ്സ്. ബിക്കോസ് നമ്മൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇറ്റ് ഈസ് ഹൈലി വോളറ്റൈൽ ചാപ്റ്റേഴ്സ്. ഓർഗാനിക് കെമിസ്ട്രി ഹൈലി വോളറ്റൈൽ ആണ്, ജസ്റ്റ് ലൈക്ക് ദി ഓർഗാനിക് കോമ്പൗണ്ട്സ്. പെട്ടെന്ന് ആവിയായിട്ട് പോകും. അതുകൊണ്ട് അത് അവിടെ തന്നെ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ വളരെ ടെൻഷൻ ആവരുത്. ടെൻഷൻ ആയി കഴിഞ്ഞാലും ചൂടായി കഴിഞ്ഞാലും ഇമ്മീഡിയറ്റ്ലി വോളറ്റിലിറ്റി കൂടുകയും ചെയ്യുള്ളൂ. സോ യു ഹാവ് ടു ബി കൂൾ ആൻഡ് കാം ഇൻ ദി എക്സാമിനേഷൻ ഹാൾ വൺസ് യു ഗെറ്റ് ദി ഓർഗാനിക് പേപ്പർ. എന്നിട്ട് അതിൽ വരുന്ന ഓരോ ക്വസ്റ്റ്യൻസ് നോക്കണം. ഇതിലിപ്പം സിലബസ് നോക്കിക്കഴിഞ്ഞാൽ
D&F ബ്ലോക്കും കോർഡിനേഷൻ കോമ്പൗണ്ട്സും two most important chapters in inorganic chemistry. And GOC2 എന്ന് പറയുന്നത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന പാർട്ടാണ്. സൈലം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന GOC2 എന്ന് പറയുന്ന പാർട്ട്. ബിക്കോസ് അത് ഒരുവിധ എല്ലാ ഓർഗാനിക് ചാപ്റ്റേഴ്സിലുള്ള റിയാക്ഷൻ മെക്കാനിസം ആണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, then you have hydrocarbon, haloalkanes and haloarenes, alcohols, phenols, ethers. Then you have aldehydes, ketones, carboxylic acids and amines. ചുരുക്കി പറഞ്ഞ ഓർഗാനിക് മുഴുവനുണ്ട്. ഇനോർഗാനിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചാപ്റ്റേഴ്സും ഓർഗാനിക് മുഴുവനായിട്ട് നമ്മൾ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എഴുതാൻ പോവാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മൈൻഡ് സെറ്റ് വേണം. ഐ എം റെഡി ടു ഫൈറ്റ്. യെസ്, ഐ എം ഗോയിങ് ടു റൈറ്റ് ദ എക്സാമിനേഷൻ. ഞാൻ എക്സാമിന് എന്തായാലും നേരിടാൻ പോവുകയാണ് എന്ന് മാനസികമായിട്ട് എല്ലാവരും തയ്യാറെടുക്കാം. ബോട്ടണിയിലേക്ക് വരാം. You have organisms and population, ecosystem, and you come to zoology, principles of inheritance and variation, molecular basis of inheritance. ഇത്രയും വരുന്ന 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും നമുക്ക് ബയോളജി, ബോട്ടണി ആൻഡ് സുവോളജി വിഭാഗത്തിൽ നിന്ന് ഉണ്ടാവുക. സിലബസിനെ പറ്റി ഒരു ഏകദേശ ധാരണയുണ്ട്. അപ്പം ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് എന്ന് വിചാരിക്കരുത്. ഒബ്വിയസ്ലി നമ്മൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കണം. പഠിക്കുന്നത് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയും റിവൈസ് ചെയ്യാനും വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കാം. ഓർഗാനിക് പാർട്ടിലേക്കൊക്കെ വരുമ്പോൾ നെയിം റിയാക്ഷൻസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം. പിന്നെയുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളും ജനറൽ മെക്കാനിസംസ്, ജനറൽ ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് മുഴുവൻ GOCയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ GOC2 എന്ന് പറയുന്നത് ആക്ച്വലി ഇതിൽ വരുന്ന എല്ലാത്തിന്റെയും ഒരു മിക്സ് തന്നെയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സിലബസ്. അപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലിന്റെ സിലബസ് അറിഞ്ഞ രജിസ്റ്റർ നൗ, സ്കാൻ ഇറ്റ് ആൻഡ് രജിസ്റ്റർ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ എപ്പോഴും ആസ് യൂഷ്വൽ ഇപ്പൊ എല്ലാവർക്കും അറിയാം. കാരണം സൈലത്തിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ഈസ് ആക്ച്വലി എനിക്കൊന്നു ഏറ്റവും വലിയ നീറ്റ് മോക്ക് എക്സാമിനേഷൻ ആണ് അല്ലെ. കേരളത്തിലുള്ള 14 ജില്ലകളിലും സെന്റേഴ്സ് ഉണ്ടാവുന്നു. മാക്സിമം കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എക്സാമിനൊക്കെ ഭയങ്കരമായിട്ടുള്ള രജിസ്ട്രേഷൻ കൗണ്ടുകൾ, അത്രമാത്രം കുട്ടികൾ എക്സാമിനേഷൻസ് എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ പൊസിഷൻ എവിടെയാണെന്ന് അറിയാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എഴുതുക എന്നുള്ളത്. സോ എവറിബഡി രജിസ്റ്റർ ഹിയർ. ഇത് സ്കാൻ ചെയ്യുക, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, ആൻഡ് എക്സാം ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഓൺ 21st January. അപ്പൊ നോക്കിയേ, ജനുവരി മാസത്തില് ഈ വർഷം നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു പ്രീ നീറ്റ് മോക്ക് എക്സാമിനേഷൻ സൈലത്തിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ നടക്കുന്നത് January 21st ആരും മറന്നു പോകണ്ട. അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാവരും രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ നമുക്കിനി പ്രിപ്പറേഷൻ മാത്രമേ ബാക്കിയുള്ളൂ. പ്രിപ്പറേഷനിൽ ഒബ്വിയസ്ലി വിൽ ഹെൽപ്പ് യു ലോട്ട് ആസ് യൂഷ്വൽ. അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. സോ എന്തായാലും രജിസ്ട്രേഷൻ ചെയ്യുക ആൻഡ് ഗെറ്റ് റെഡി ഫോർ 21st January. അതിനുള്ള ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലെ എക്സാമിനേഷന് വേണ്ടി തയ്യാറാകാൻ എല്ലാവരും ശ്രദ്ധിക്കാം. ഓക്കെ, സോ എല്ലാവരും രജിസ്ട്രേഷൻ ചെയ്യുക. ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലേക്ക് എല്ലാവരും ആ ബാറ്റിൽ നേരിടാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് വരിക. ആൻഡ് അതോടൊപ്പം തന്നെ ഹിയർ ഈസ് ദ സൈലം പ്രീമിയർ ലീഗ്. നമുക്കറിയാം നീറ്റ് എക്സാമിനേഷനോടനുബന്ധിച്ച് ഏറ്റവും നന്നായി, ഏറ്റവും മികച്ചായി, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു ക്രാഷ് പ്രോഗ്രാം കൊടുക്കുക, അതിലൂടെ MBBSലേക്ക് അഡ്മിഷൻ വാങ്ങി ഒരുപാട് കുട്ടികൾ ഉണ്ടാക്കുക. ഇതൊക്കെ സൈലത്തിന്റെ ചരിത്രമാണ്. നിങ്ങൾ നമ്മുടെ വീഡിയോസിലൂടെ നമ്മുടെ കുട്ടികളെ നിരന്തരമായിട്ട് നമ്മുടെ സൈലം നീറ്റ് ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മുടെ XPLന്റെ അടുത്ത സീസണിലേക്കുള്ള ഘട്ടമായി കഴിഞ്ഞിട്ടുണ്ട്. നീറ്റ് XPL സൈലം പ്രീമിയർ ലീഗ് ആയിരിക്കുന്ന നീറ്റ് ക്രാഷ് കോഴ്സ് ആണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നീറ്റ് ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് ഇറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം 4999. അതാണ് പ്രൈസ് എന്ന് പറയുന്നത്. ക്രാഷ് കോഴ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ യു ക്യാൻ കോൾ ടു ദിസ് നമ്പർ. ഓക്കെ, 6009100300 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. XPL would be the best crash program you can ever receive in Kerala. Okay, Xylem Premier League XPL NEET crash course will be the best crash course you can ever receive in Kerala. Okay, അപ്പൊ എല്ലാവരും XPL ലേക്ക് ജോയിൻ ചെയ്യുക. ഈ പറഞ്ഞ നമ്പറിലേക്ക് വിളിക്കുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് മറന്നു പോകരുത്, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലാണ്. അതിന്റെ സിലബസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓൾറെഡി ഓരോ സിലബസിൽ കൊടുത്തിരിക്കുന്ന ഓരോ ചാപ്റ്റേഴ്സും നോട്ട് ചെയ്ത് എത്ര ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം എന്നുള്ള പ്ലാൻ ഉണ്ടാക്കുക. നന്നായിട്ട് എക്സാമിനേഷൻ എല്ലാവരും എഴുതുക. ചെക്ക് ലിസ്റ്റ് നോക്കുക. കഴിഞ്ഞ എക്സാമിന് ശേഷം ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. വീക്ക് പോയിന്റ്സ് ഒക്കെ തിരുത്തുക. അടുത്ത എക്സാമിനേഷന് വേണ്ടി റെഡി ആവുക. ഓക്കെ, സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഡിയർ നീറ്റ് ആസ്പിരൻസ്. ബൈ.